ടീച്ചറാണ് കേട്ടോ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്തിനാന്നറിയാലോ? മക്കൾക്ക് പരീക്ഷയാണ്, അതിന് പരീക്ഷാ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണല്ലേ. അപ്പോ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണണം എന്റെ മക്കളെ. അപ്പോ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ. എന്താണെന്ന് നോക്കാം. ഒരു പ്രവർത്തനാണ് ജീവചരിത്രക്കുറിപ്പ് എഴുതുക. എല്ലാ പരീക്ഷയ്ക്കും കാണാറുള്ളതാണ് ജീവചരിത്രക്കുറിപ്പ് എഴുതുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആരുടെ ജീവചരിത്രക്കുറിപ്പാണ് എന്ന് നോക്കൂ. ഇതാ ആരാണ് ജീവചരിത്രക്കുറിപ്പിൽ വന്നിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. ആരാണ് വന്നിരിക്കുന്നത്? കുഞ്ഞുണ്ണി മാഷ് അല്ലേ. കുഞ്ഞുണ്ണി മാഷാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, കുഞ്ഞുണ്ണി മാഷെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ജനനം, അതുപോലെ മരണം, അമ്മയുടെ പേര് അതിയാരത്ത് നാരായണി അമ്മ, അച്ഛന്റെ പേര്, അതുപോലെ ഏതൊക്കെ കൃതികളാണ് എഴുതിയിരിക്കുന്നത്, പഴമൊഴിപ്പത്തായം, കഥകളും കാര്യങ്ങളും, പഴങ്കഥകൾ, അങ്ങനെ കുറേ. പിന്നെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നുള്ള ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ എന്തെഴുതണം? ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതണം. എങ്ങനെയാണ് എഴുതുക? നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കല്ലേ. കുഞ്ഞുണ്ണി മാഷെ കുറിച്ച് അതിനു മുമ്പ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ഇന്നൂടെ പറഞ്ഞുതരാം. ഇത് നമ്മൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്നുള്ളല്ലേ. പിന്നെ വേറെ ഒന്നാണ്, വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു സൂത്രം ചെവിയിലൂതാമെന്ന്. ഞാൻ സ്വയം നന്നാവുക എന്നതാണ് ആ സൂത്രം. ഇതൊക്കെ വേണമെങ്കിൽ തന്നിരിക്കുന്ന ഇതിന് കൂടെ നിങ്ങൾക്ക് ചേർക്കാട്ടോ എന്റെ മക്കൾക്ക്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്? നമുക്ക് നോക്കാട്ടോ. ആദ്യം എങ്ങനെ എഴുതാ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ്, അങ്ങനെ എഴുതിക്കൂടെ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ്. പിന്നെയോ കുഞ്ഞുണ്ണി മാഷ്, കുട്ടികളുടെ സ്വന്തം കുട്ടേട്ടൻ, അങ്ങനെയും പറയൂ കേട്ടോ. ടീച്ചർ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കുട്ടികളുടെ സ്വന്തം കുട്ടേട്ടൻ, കുട്ടികൾ അങ്ങനെ പറയൂലേ. കുട്ടികളുടെ സ്വന്തം കുട്ടേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം. അപ്പൊ മക്കൾ എങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. അങ്ങനെ എഴുതി തുടങ്ങേണ്ടത് എങ്ങനെയാ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് കുഞ്ഞുണ്ണി മാഷ്, കുട്ടികളുടെ സ്വന്തം കുട്ടേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന വിവരങ്ങള്. അദ്ദേഹം 1927 മെയ് 10 ജനിച്ചത്. മെയ് 10 അല്ലെങ്കിൽ മെയ് 10 ജനിച്ചത് എന്ന് പറയുന്നതിന് മുമ്പ് മെയ് 10 അതിയാരത്ത് നാരായണി അമ്മയുടെയും ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസതിന്റെയും മകനായി ജനിച്ചു അല്ലേ. നിരവധി കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച എഴുത്തുകാരനാണ് കുഞ്ഞുണ്ണി മാഷ്. പഴമൊഴിപ്പത്തായം, കഥകളും കാര്യങ്ങളും, പഴങ്കഥകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെഴുതാ? വിവരങ്ങള് ഇങ്ങനെ എഴുതാം. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബാലസാഹിത്യ അക്കാദമി അവാർഡ്. കുട്ടികൾക്ക് വേണ്ടി നിരവധി കൃതികൾ രചിച്ച അദ്ദേഹം കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 2006 മാർച്ച് 26 അന്തരിച്ചു എന്നും പറഞ്ഞ് എന്റെ മക്കൾക്ക് ജീവചരിത്രക്കുറിപ്പ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ജീവചരിത്രക്കുറിപ്പും ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ടീച്ചർ ലൈവിൽ പറയും. മറന്നു പോകാതെ. ഇന്ന് എത്ര മണിക്കാണ് നമുക്ക് ലൈവ്? 7:30 എല്ലാവരും മലയാളത്തിന്റെ മെഗാ മാരത്തോണിൽ എത്തുക. ടീച്ചർ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എവിടെ വരും? നമ്മുടെ ലൈവിൽ വരും കേട്ടോ. അപ്പൊ ലൈവിൽ കാണാം.